കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അത് ശരി, ഞാൻ കഴിക്കാൻ വിളിച്ചപ്പോ വന്നില്ല, ഇപ്പൊ അമ്മ വിളിച്ചപ്പോ വന്നല്ലേ. ഇനി നമ്മൾ തമ്മിൽ ഒരു കമ്പനി ഇല്ല. എനിക്ക് നിന്നെക്കാളും ഇഷ്ടം എൻ്റെ അമ്മയോടാ. അമ്മ പറഞ്ഞോണ്ടാ ഞാൻ ഇപ്പൊ കഞ്ഞി കുടിക്കണേ. എന്നാലും എനിക്ക് വിഷമമുണ്ട് അമ്മേ. അത് സാരല്ല പുണ്യ, കുറച്ചു ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. ഷാഹിനെന്നാ പൊക്കോ, അപ്പുണ്ണിക്ക് ഞാൻ കഞ്ഞി കൊടുത്തോളാം. മോ കഞ്ഞി കുടിച്ചോ. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? അയ്യോ, ഇത് ആരാ? ഇത് ഈ വീട്ടിലാണോ താമസിക്കണേ? കാര്യം എന്ത് പറ? അല്ല, ഇന്നലെ പോലെ ഇവിടെ കാണുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കണേ. ഞാൻ ഉണ്ടായിരുന്നല്ലോ. അല്ല, ഏട്ടന് പുതിയ ജോലി കിട്ടിയെന്നറിഞ്ഞല്ലോ. ജോലിയോ? എന്ത് ജോലി? ഗൈഡായിട്ട്. അല്ല, ഇവിടെ വരുന്നവരൊക്കെ ആമ്പൽക്കുളം കാണിക്കുന്നു, പാടം കാണിക്കുന്നു, കൊട്ടപ്പാടത്ത് അറുപാട് മുഴം കാണിക്കുന്നു. ഒരു തിരിപ്പോന്ന പെണ്ണി വീട്ടിൽ കയറി വന്നപ്പം കളവന്റെ മഞ്ഞങ്ങ് കണ്ണളിച്ചു പോയില്ലേ? കണ്ണ് മഞ്ഞളിച്ചല്ലേ നിങ്ങളെ? എന്തൊക്കെയാണ് നീ പറഞ്ഞോണ്ടിരിക്കുന്നത്? പിന്നല്ലാണ്ട് അതൊരു കൊച്ചു കുഞ്ഞല്ലേ? അയ്യോ, കുഞ്ഞിക്കുട്ടി മടിയെടുത്ത് എന്ന ഭക്ഷണം കൊടുത്തിടല്ലോ കുഞ്ഞിക്കുട്ടിക്ക്. മോഡേൺ ഡ്രസ് ഇട്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ കയ്യും പിടിച്ച് എന്നെ കൂടെ പറയിപ്പിക്കല്ലേ? എന്റെ ദേവികയെ പുറത്തുനിന്ന് ഒരാള് വരുമ്പോ അങ്ങനെ തന്നെയല്ലേ നമ്മളവരെ കൂടെ നിൽക്കണ്ടേ? പുറത്തുനിന്ന് ഇവിടെ എത്രയോ പേര് വരുന്നു, ഇതുപോലെ കൂടെ നിർത്തിക്കൊണ്ട് നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഒരു പെണ്ണ് വന്നപ്പോഴത്തേക്കിനും അവള് മുമ്പ് ഒക്കെ ഇവിടെ വന്നതാണ്, പിന്നെ അവരെ കൂടെ നിൽക്കണ്ടേ കുറച്ചു നേരമൊക്കെ. പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പരസ്പരം പറഞ്ഞ് എണക്കൊരുവളെ പോലെ ഇതുവഴി നടക്കുന്നത് കണ്ടു. നിനക്ക് എന്താ പ്രശ്നം? ചിരിക്കല്ലേ അധികം? എന്താണെന്ന് കൊണ്ടത് പറയിപ്പിക്കണ്ടോ? എന്റെ ദേവിക, നീ അത് വിട്. ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് നിന്റെ അടുത്ത് ഇത്തിരി സംസാരിക്കാന്ന് വിചാരിച്ചിട്ടാ വരുന്നത്. ആ നേരത്തെ ഇങ്ങനെ ഓരോ പറഞ്ഞുകൊണ്ടിരിക്കും. അതെ, നീ വേറെ എന്തെങ്കിലും പറ. വേറെ പറയട്ടെ, എനിക്ക് പരിപാടി മടുത്ത്. എന്ത് പരിപാടി? വീട്ടിലെ ജോലി മുഴുവൻ ഞാൻ ചെയ്യണം. ഓഫീസിൽ ചെന്നാൽ നമസ്കാരം പറഞ്ഞു മടുത്തു. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യം നോക്കണം. എനിക്ക് പറ്റത്തില്ല ഇങ്ങനെ. എടി, നിനക്ക് പറ്റുന്നത് ചെയ്താ പോരെ? പറ്റുന്നത് ചെയ്താ പോരെ? നിങ്ങളുടെ അമ്മയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഈ ചെയ്ത് മുഴുവൻ ഞാൻ കൂട്ടുന്നത്. അതെ എന്ന് വിചാരിച്ചു ഇവിടുത്തെ എല്ലാ ജോലിയും നീ ചെയ്യുന്നത്? ഈ എല്ലാ ജോലിയും ചെയ്ത് നടു ഒടിഞ്ഞിട്ടും കൂടെ ആ തള്ളൊന്നും മൈൻഡ് ചെയ്യണ്ടേ? എന്തെങ്കിലും കാര്യമുണ്ടേ വിളിക്കും. മോളെ, എന്റെ കാലൊന്ന് തിരുമ്മി തരുവോ? മോളെ, എന്റെ നടുവൊന്ന് തിരുമ്മി തരുവോ? മോളെ, ചായ വെച്ചു. കേട്ടിതെല്ലാം കൂടെ എല്ലാരും അറിയട്ടെ. ഒരു കാര്യം ഞാൻ ഏട്ടനോട് പറയാം, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. വീട്ടിൽ കുറെ നാൾ ഞാൻ നാടകം കളിച്ചു, ഇവിടെ വന്ന് നാടകങ്ങളി വേറെ നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് ഈ നാടകങ്ങളി മടുത്ത്. നാടകം നിർത്തിയല്ലോ. നാടകം നിർത്തി കർട്ടനിട്ടില്ലേ, പിന്നെന്താ പ്രശ്നം? എന്ത് കർട്ടനിട്ടു? ഇപ്പോഴും ഇവിടുത്തെ വേലക്കാരി പോലെയല്ല ഞാൻ നിൽക്കുന്നത്. എനിക്ക് മടുത്തു. മടുത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതെല്ലാം കൂടെ കരക്കടുപ്പിക്കണ്ടേ? കരക്കടുപ്പിച്ച് ഏട്ടാ, തീരെ സഹിക്കാൻ പറ്റാതെ വന്നാല് ഞാൻ ഇവിടെ ഉള്ളവരോടെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഈ വീടിന് തീ ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോവും. എല്ലാരോടും കൂടെ വിളിച്ചു പറയാനാണ് നിന്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ പിന്നെ തീ ഇട്ടിട്ട് തന്നെ പോയാൽ മതി. അതാ നല്ലത്. ആദ്യം നീ ചെയ്യേണ്ടത് ഹെഡ് സർവേയറോട് പോയിട്ട് ഡേറ്റ് ചോദിക്കും. എന്ന് രണ്ടുപേരും കൂടെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും. എന്നിട്ട് ഫീൽഡിൽ പോവാ കേട്ടാ. അങ്ങനെ ചെയ്യേണ്ടത്. മോളെ, അവനെന്താ ബഹളം വെച്ചിട്ട് പോയത്? അതെ, സാറിനോട് ലീവ് ചോദിച്ചപ്പോഴത്തേക്കും സാർ തരത്തില്ലെന്ന് പറഞ്ഞു. നീ ലീവ് ചോദിക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടതാ. അപ്പൊ എനിക്ക് ദേഷ്യം വന്നപ്പോ ഇങ്ങനെ പാത്രം വെച്ചതാ. അതൊന്നും സാരല്ല, ലീവൊക്കെ അമ്മ പറഞ്ഞ് ശരിയാക്കി തരാം. മോളെ, ഇന്നലെ രമണൻ വന്ന കണ്ടില്ലേ? അമ്മാവൻ. അവന്റെ മോളെ കണ്ട ആരതി? ഒരു മിന്നായം പോലെ ഇങ്ങനെ കണ്ട്. എന്ത് മിടുക്കി കൊച്ചല്ലേ? അതെ, എന്റെ മനസ്സിലൊരാലോചന. എന്താ? അവളും അനന്തനും നല്ല മാച്ചല്ലേ? കല്യാണം ഒന്ന് ആലോചിച്ചാലോന്ന്. കല്യാണോ?
അല്ല അതെങ്ങനെയാ, അതൊരു കൊച്ചു വെച്ചല്ലേ. അനന്ത സാറും ആ കൊച്ചും കൂടെ കല്യാണം കഴിച്ചു പോകുമ്പോ നാട്ടുകാർ പറയില്ലേ, ദേ അച്ഛനും മോളും പോണു, ദേ അച്ഛനും മോളും പോകുന്നു. അങ്ങനെയൊന്നുമില്ലാന്ന്. അവള് കാണുമ്പോ ചെറുതാന്നേ ഉള്ളൂ, നല്ല പ്രായമുണ്ട്. അല്ല എന്നാലും അനന്ത സാറിന് അങ്ങനത്തെ പെൺകൊച്ചുങ്ങളൊന്നും ചേരത്തില്ല. അത് ഭയങ്കര മോഡേൺ കൊച്ചല്ലേ. അനന്ത സാറിന് ചേരുന്നത് ഭയങ്കര നാടനായിട്ട് സാരിയൊക്കെ കൊടുത്ത് അങ്ങനത്തെ കൊച്ചുങ്ങളാ ചേരുക. പക്ഷെ മോളെ, ഇതിനെ നമുക്ക് ചെറുപ്പം മുതൽ അറിയാം. നമ്മളെ തറവാട്ടിലെ കുട്ടിയല്ലേ, നല്ല അടക്കം ഒതുക്കുള്ളൊരു കൊച്ചത്. ആ കൊച്ചോ? ആ, എനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ. അത് അവളുടെ വേഷം കണ്ടിട്ടാണ്. അതിലൊന്നും കാര്യമില്ല, നല്ല സ്വഭാവമാണേ. ആണോ? ആ അമ്മേ, ആ കൊച്ചു എവിടെ ജനിച്ചു വളർന്നു പറഞ്ഞേ? അവള് ജനിച്ചത് നാട്ടിലാ, വളർന്നതൊക്കെ ദുബായിലാ. ദുബായിലോ? ആ, എന്റെ അമ്മയ്ക്ക് ദുബായിയെ പറ്റി അറിയില്ലേ? മറ്റു ഗൾഫ് രാജ്യം പോലെ ഒന്നും അല്ല ഈ ദുബായ്. അവിടെ എന്താ അഴിഞ്ഞാട്ടം നടക്കത്തില്ലേ? അല്ല, ഈ കൊച്ചങ്ങനെയാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ അനന്ത സാറിന് നമ്മളൊരു പെൺകുട്ടിയെ ആലോചിക്കുമ്പോ ആ കൊച്ചിനെ പറ്റി നമ്മള് എല്ലാം കൊണ്ടൊന്ന് അന്വേഷിക്കണല്ലോ. അതാലോചിച്ചിട്ട് ഞാൻ പറഞ്ഞതാ. അങ്ങനെ അത്രയ്ക്ക് ആലോചിക്കാനൊന്നുമില്ല. അവളെ എന്റെ തറവാട്ടിൽ പെട്ടതാ. ഞങ്ങള് കൊച്ചാലമൂട് വീട്ടുകാരെ നല്ല അടക്കം ഒതുക്കത്തിൽ വളർന്നിട്ടുള്ളവരാ, അറിയാവോ? ദേവികയെ അമ്മയുടെ വീടാണ് കൊച്ചാലമൂട്. 19ാമത്തെ വയസ്സിൽ വീട്ടുകാരെയൊക്കെ പറ്റിച്ചിട്ട് അമ്മ അച്ഛന്റെ കൂടെ ചാടി പോന്നതാ കുട്ടിലെ പാട്ടയ്ക്ക്. മോളെന്താ ആലോചിക്കണേ? ഈ കൊച്ചാലമ്പൂട് തറവാട്ടിലെ പെണ്ണുങ്ങളെ പറ്റിയിട്ട് അനന്ത സാർ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്. ആണാ? അതാണ്. അല്ല, ഈ പറഞ്ഞ ഈ രമണനമ്മാവനെ പുള്ളിക്കാരൻ വലിയ പണക്കാരനാ. പിന്നെ ഭയങ്കര പൈസയല്ലേ. പക്ഷെ പണ്ടത്തെ കാര്യം പറയാതിരിക്കുക ഭേദം. കൊച്ചാലമൂട്ട് തറവാട്ടിൽ നിന്നല്ലേ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നത്. അത്ര അധോഗതിയിലായിരുന്നു. പിന്നെ ഈ ഉരുവിലൊക്കെ കേറി ദുബായിക്ക് പോയില്ലേ പണ്ടത്തെ ആൾക്കാര്, അങ്ങനെ പോയതാണ്. അതല്ലേ പങ്കി അവനെ കാണുമ്പോ ഗഫൂർക്ക ദോസ് എന്ന് വിളിക്കണത്. അവ കേക്കാതെയാണ്. ഓ, ആ കഴിക്കാനുള്ള ഗുളിയും കരുതി തന്നെ. നീ ഇവിടെ ചുമ്മാ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക? അല്ല, ചുമ്മാ വർത്താനല്ല. ഇന്നലെ വന്ന ആരതിയില്ലേ, ആ കൊച്ചിനെ അനന്ത സാറിന് ആലോചിക്കാന്ന് പറയായിരുന്നു അമ്മ. എന്തിനാ പറഞ്ഞു? എന്തോ ഇഷ്ടല്ലേ? എന്താ സീത ഇങ്ങനെയൊക്കെ? ആ രമണനെ ആ പഴയ ബന്ധമൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടി ഇതുവഴി ഒന്ന് കേറിയതാ. ഉടനെ നീ കയറി അങ്ങ് കല്യാണം ആലോചിക്കുന്നു. അപ്പൊ ഗുളിയും കൊടുത്തോണ്ട് വാ. അയ്യോ, അച്ഛനപ്പ ഇതുവരെ ഗുളിക കഴിച്ചില്ലേ? ഞാൻ ഇതുവരെ കഴിച്ചില്ല മച്ചേ. ചെല്ലമ്മ എടുത്തിട്ടാ. കൊണ്ടുവരാം. അച്ഛൻ ഇന്നലെ വന്ന കുട്ടി ഇഷ്ടപ്പെട്ടോ? മോളെ, സത്യം പറയാമല്ലോ, ആ പെണ്ണിന്റെ ഓട്ടവും ചാട്ടവും ഒന്നും എനിക്കത്ര ബോധിച്ചില്ല. പെൺപിള്ളായരേ ഒരല്പം അടക്കൊതുക്കൊക്കെ വേണ്ടായോ? പിന്നെ വേണം, നല്ല അടക്കൊതുക്കം വേണം. ദൈവമേ, ഇന്നലെ വന്നിട്ട് എന്തൊരു ബഹളായിരുന്നല്ലേ. ഞാനും ആലോചിച്ചു, ഇങ്ങനെ അടക്കൊതുക്കം ഇല്ലാതാവാൻ പറ്റുമല്ലേ പിള്ളേർക്ക്? നമുക്ക് പറ്റിയതല്ലേ? നമുക്ക് പറ്റിയതല്ലേ. എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാനത് അമ്മയോട് പറഞ്ഞു, അനന്ത സാറിന് നല്ല അടക്കൊതുക്കമുള്ള ശാലീന സുന്ദരിയായിട്ടുള്ള പെൺപിള്ളേര് പറ്റുള്ളത്. അമ്മ പറഞ്ഞ് മനസ്സിലാക്കണം. മനസ്സിലാക്കണം കേട്ടോ മോളെ. ഈ രമണന് കാശുണ്ടായി ഇന്നാളാ ഞാനൊരു ചെറുകഥ എഴുതിയിട്ടുണ്ട്. അതായത് മാളിക മുകളിലേറിയ മാധവൻ. കഥാസാരം എന്താണെന്നറിയോ? എന്താണ്? ഈ കാശില്ലാത്തവന് കാശ് വരുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ, വിവരമില്ലായ്മ അല്പത്തരവും. അതല്ലേ അതാണ് ഈ കഥയുടെ ഉള്ളടക്കം. ഈ സത്യം പറഞ്ഞ രമണനെ കാണുമ്പോഴൊക്കെ ഈ കഥ ഓർമ്മ വരും. രമണനെ കണ്ടുകൊണ്ടല്ലേ ഞാൻ ഈ കഥ എഴുതിയത്. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇരുന്ന് ഈ കഥ ഒന്ന് കേൾക്കാൻ പാ. അയ്യോ അച്ഛൻ, കുറച്ച് മണി കൂടെ ഉണ്ട് ബാലൻസേ. അയ്യോ അച്ഛൻ മരുന്ന് കഴിച്ചിട്ടില്ല ഇതുവരെ. അമ്മ മരുന്നെടുക്കാൻ വേണ്ടി പോയി കച്ചൻ പോയി സമയത്ത് മരുന്ന് കഴിച്ച് ഉള്ള അസുഖം വരും. മരുന്ന് കഴിക്കും. മരുന്ന് കഴിച്ചു കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കഥ കേൾക്കാം. അത് മതി, കഴിച്ചോ. ആ ചെല്ലച്ച. അച്ഛന് വലിയ താല്പര്യമില്ല. ചെറിയ സമാധാനായി. ഓരോന്ന് കഴിയുമ്പോ ഓരോന്നിങ്ങനെ വന്നോണ്ടിരിക്കുകയാണല്ലോ ദൈവമേ.
പുണ്യേ ആ ആ നീ ആരോടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അച്ഛാ അതെ പറമ്പില് പട്ടികള് കുരയ്ക്കണ പോലെ തോന്നിയതാ. കൊരയോ? ആ എന്നിട്ട് ഞാൻ കേൾക്കുന്നില്ലല്ലോ. ആ ഞാനും കേട്ടില്ല. തോന്നിയതാവും. തോന്നിയതാവുന്ന്. തോന്നിയത്? ആ ഞാൻ പോയി നോക്കി ചോട്ടെ. അച്ഛനെങ്ങോട്ട് പോണ്? ഈ പട്ടിയുടെ കടികൊള്ളാൻ പോവാണോ? അച്ഛനെ അകത്തേക്ക് നോക്കോ? അവര് കവറ് പാല് വാങ്ങിച്ചിട്ടുണ്ടാവും. കവറ് പാലോ? നിനക്ക് എന്ത് പറ്റിയടാ? അച്ഛനൊന്നും പോകുന്നുണ്ടോ? എനിക്കൊന്നും പറ്റിയില്ല. കവറുപാല് മേടിക്കണം. കവറുപാല് മേടിച്ചോട്ടെ. ആ പാല് കയറ്റു. ഞാൻ കാത്തിരിക്കണൊക്കെ വെറുതെയാ. ആർക്കും വേണ്ട പുണ്ണിനെ പോ. നിങ്ങൾക്ക് വേണ്ടാണ്ടാവോ? രണ്ടാക്കും അപ്പൊ സമാധാനാവും. സ്പീഡ് പോട്ടാ. വണ്ടി ഇടിച്ചാ? എടാ വണ്ടി ഇടിക്കാൻ പാടില്ല. അച്ഛാ, അലാവുദ്ദീനെ അച്ഛൻ കണ്ടിട്ടുണ്ടോ? അലാവുദ്ദീനെ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? മലപ്പുറത്ത് വെച്ച്. മലപ്പുറത്ത് അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടെ UD ക്ലർക്കായിരുന്നു. ആ അലാവുദ്ദീൻ അല്ല അച്ഛാ, അത്ഭുത വിളക്കൊക്കെ ഉള്ള അലാവുദ്ദീൻ. ആ അലാവുദ്ദീൻ. അയ്യോ, ആ അലാവുദ്ദീൻ അച്ഛനെ എങ്ങനെ കാണും മക്കളെ? അച്ഛാ, നമുക്ക് അലൂദി ഇവിടെ വാങ്ങിക്കൊണ്ട് വെച്ചാലോ? അലൂദിയാ? എന്താടാ? നമുക്കേ അലൂദി വിളക്കേ. എന്ത് നീ നേരെ പറഞ്ഞേ? നേരെ പറഞ്ഞേ നീ. നമുക്കേ അലവയുടെ ബുക്ക് ഇവിടെ വാങ്ങിക്കൊണ്ട് വെച്ചാലോ? അലവര ബുക്കോ? അച്ഛാ, അത്ഭുത വിളക്ക്. എനിക്ക് മനസ്സിലായി. നീ നേരെ പറ. അത്ഭുത വിളക്ക്. അത്ഭുത വിളക്ക്. പറ. അത്ഭുത വിളക്ക്. ആ കറക്റ്റ് ആയില്ലേ? ഇത്ര ഉള്ളൂ. കറക്റ്റ് അങ്ങനെ പറഞ്ഞു പഠിക്കണ്ടേ? എന്താ അമ്മ ഉണ്ടോ? പിന്നെ പറഞ്ഞുതരാം. പോയി വിളിക്ക്. അനന്താ, അനന്താ, എന്താ വരണമ്മേ? വാതിലും തുറക്ക്. ആ അതാ ഇപ്പൊ തുറക്കാം. നീ എന്തിനാ ഏത് നേരം ഇത് പൂട്ടിയിടണ്? ഞാൻ ഒന്ന് കടന്നു. ഉറങ്ങായിരുന്നു? ആ അതെ, തിരുമ്പാൻ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോ. തുണിയൊന്നും ഇല്ലമ്മേ. ആ അപ്പൊ ആ കിടക്കണതൊക്കെയോ? അതൊന്നും അലക്കണ്ട, അതൊന്നും മുഷിഞ്ഞിട്ടില്ല. അതെ, ബെഡ്ഷീറ്റോ? ബെഡ്ഷീറ്റ് ഒന്നും അലക്കാനില്ലെന്ന്. ഞാൻ ഇനി ഉണ്ടെങ്കിൽ ഞാനങ്ങ് തരാം. എന്താണ് നീ തുള്ളി കളിക്കണേ? ഇതാരത്? കൊഞ്ചാ? ഇങ്ങോട്ട് പോയ മോനെ. രണ്ടാളും അറിയുവാ. ഇത് അതിന്റെ ഉള്ളിൽ കയറിയിരിക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാകുമ്പോ ഇതിനകത്ത് കയറരുതെന്ന്. കുട്ടികളല്ലേ? എന്ത് കുട്ടികളല്ലേ? നിങ്ങളോട് ആര് പറഞ്ഞത് ഇതിനകത്ത് കയറിയത്? വാ മോനെ, നീ വെറുതെ നിന്റെ ദേഷ്യം പിടിച്ച മോന്ത അവരെ കാണിക്കണ്ട. എണീറ്റ് വാ അങ്ങട്. എടാ, എന്ത് കുട്ടികളല്ലേ? കുട്ടിയും ചട്ടിയൊക്കെ പുറത്ത്. കുഞ്ചോ തന്നെ. അച്ഛാന്ന്. എടാ, അച്ഛല്ലാത്ത കുട്ടികളല്ലേ, സാരല്ല. കുഞ്ചോ സാറേ. ഓ, അനന്തൻ സാറേന്ന്. ശരിട്ടാ, അമ്മമ്മ ഇപ്പൊ വരാം. കുട്ടികളുടെ ഒരു കാര്യം. വിളഞ്ഞ വിത്തുകളെ രണ്ടും പോതാളെ. എടാ, കുട്ടികളോട് അങ്ങനെ ഒന്നും പറയല്ലേ. അല്ലാതെ പിന്നെ നീ ഇപ്പൊ അവരോട് അങ്ങനെ പറഞ്ഞ എന്തുകൊണ്ടാന്നറിയോ? കുട്ടികൾ ഉണ്ടാവേണ്ട പ്രായത്തില് നിനക്ക് കുട്ടികളില്ലാത്തോണ്ടാ. ആ ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഉണ്ടാവില്ലല്ലോ. പിന്നെ അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാറൊന്നും ആയിട്ടില്ല. ഉറപ്പിക്കാറായിട്ടില്ല? ആ അതൊക്കെ ഉണ്ട്. എന്തുണ്ട്? അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്നാ ശരി. എന്റെ ദൈവമേ, ഇത്തവണയും തലനാട്ടിടയ്ക്ക് രക്ഷപ്പെട്ട്. എന്നാലും അമ്മ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എന്തോ മനസ്സിൽ വിചാരിച്ചിട്ടാണ് എല്ലാം പറഞ്ഞത്.
ഇപ്പൊ ഞാനറിയാതെ വേറെ എന്തെങ്കിലും കഥകൾ ഇതിന്റെ ഇടയിൽ കൂടെ നടക്കണുണ്ടോ? ആ എന്റെ കണക്കിട്ട് വന്ന് നിൽക്കണം. രാവിലെ തന്നെ കുറ്റിയും പറിച്ചിട്ട് നിനക്ക് വീട്ടിലിരുന്നൂടെ അല്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ പോയിരുന്നൂടെ? ആരാ ഗോപനാ? എന്താ ഗോപ ഇപ്പൊ ഈ വഴിക്കൊന്നും കാണില്ലല്ലോ. ഇടയ്ക്കൊക്കെ ഒന്നും ഇവിടെ ഇറങ്ങിക്കൂടോ. പാടാ വീട്ടിലേക്ക് ഇരിക്കും. ഇല്ല, ഞാനേ ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. എന്തേ? നമ്മുടെ സെക്രട്ടറി ഉണ്ടല്ലോ, പുള്ളി ഹോസ്പിറ്റലായിരുന്നല്ല. നമ്മളാണെങ്കിൽ കാണാനും പോയില്ല. ബോധമില്ലാണ്ട് കിടക്കുന്ന ആളിനെ നമ്മൾ പോയി കണ്ടിട്ട് എന്ത് ചെയ്യാനാ? അയാൾക്കറിയോ നമ്മളവിടെ പോയി കാണുന്നത്? ഇപ്പൊ പുള്ളിക്ക് നല്ല ബോധമുണ്ടെന്ന്. അതെ? എന്നാ പോവാ. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. പുള്ളിനെ ഡിസ്ചാർജ് ചെയ്ത് മോളുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയേക്കണത്. അപ്പൊ മോളുടെ വീട്ടിലേക്ക് പോവാം. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. എന്തേ? തൃശ്ശൂരാണ് മോളുടെ വീട്. അയ്യോ. അതെന്താ അങ്ങനെ കാണിച്ചപ്പോ ഇയാളുടെ വീട്ടിൽ കിടന്നാ പോരായിരുന്നു? മോളുടെ വീട്ടിലാണ് എല്ലാ സൗകര്യം. പുള്ളിക്കും താല്പര്യം മോളുടെ വീട്ടിലാണല്ലോ. അല്ല, സംഗതി ഇപ്പൊ എവിടെയാണെങ്കിലും ബോധം വന്ന സ്ഥിതിക്ക് പോയി കാണാണ്ടിരിക്കാൻ പറ്റില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ ആരാണ് സ്ഥാനാർത്ഥിയാവേണ്ടതെന്ന് സെക്രട്ടറി പറയണതിന്റെ മീതെ പരുന്തും പറക്കില്ല. മനസ്സിലാവുണ്ടോ? അതിനുള്ള പവറും പുള്ളിക്കണ്ടല്ലോ. അത് എങ്ങനെയാടപ്പ പോവുക? എന്റെ ബൈക്കിന് പോവാ. ഞാൻ ഒരു നേതാവല്ലടാ. ഇവിടെ നിന്റെ ബൈക്കിന്റെ ബാക്കിൽ ഇരുന്ന് തൃശ്ശൂർ വരെ പോയി അവിഞ്ഞ അയാളെ പോയി കണ്ട എന്താ തോന്നുക അയാൾക്ക്? അതൊന്നും ശരിയാവില്ല. ഒരു കാറ് വേണം, അല്ലാണ്ട് പോകാൻ പറ്റില്ല. കാറിന് ഇപ്പൊ ഞാനവിടെ പോകാനാണ്. കാറിനല്ല, ബൈക്കിനൊന്നും ശരിയാവില്ലടാ. എന്താ നീ പറയണത്? ഭാഷണത്തരം. ഒരു കാര്യം ഞാൻ പറയാം. റഹീമിക്ക് പുള്ളിനെ കാണാൻ വേണ്ടി നടക്കേണ്ട. എന്തിന്? ഈ പ്രാവശ്യം സ്ഥാനാർത്ഥിയാകാനായിട്ട്. പിന്നെ അതേന്ന്, അതിനു മുമ്പ് നമുക്ക് പോയി കാണാന്ന്. നിന്നെ പോലെ ഒരു ഗുണമില്ലാത്ത കുറെ എണ്ണം ഉണ്ടെന്നല്ലാതെ ഒരു വണ്ടിയും കൂടി സ്വന്തമായിട്ട് ഇല്ലാത്ത ആൾക്കാരെ എന്റെ കൂടെ നടക്കണം. എന്നൊരു കാര്യം ചെയ്യാം, എന്റെ കൂട്ടുകാരന്റെ കാർ അറേഞ്ച് ചെയ്യാം. ഓട്ടം കഴിഞ്ഞിട്ട് ഡീസൽ കാശ് അവന് കൊടുത്താൽ മതി. അതിന് വേറൊരു കൂട്ടുകാരനെ അറേഞ്ച് ചെയ്താൽ പോരാ? നിങ്ങൾക്ക് വേണമെങ്കിൽ പറയട്ടെ, ഞാൻ എന്റെ പാട്ടിന് പോകും. എന്നാ ആലോചിക്കട്ടെ. ഇവിടെ പറമ്പിൽ തേങ്ങയും ജാതിക്കൊക്കെ ഇഷ്ടം പോലെ, അത് വിറ്റ് കാശാക്കി കൂടെ? എന്തായിരിക്കടാ, ഒരു കണക്കിനെ അവിടെ കഴിഞ്ഞു കൊടുക്കണം. 10 ദിവസം അലവിന് കൊടുക്കണില്ല. ഇനിയിപ്പോ അവിടുത്തെ നാളികേരം കൂടി പറക്കി കൊണ്ടുപോവാ. തൃശ്ശൂര് വരെ ആവുമ്പോ ഞാൻ നോക്കട്ടെ, വല്ല വഴി ഉണ്ടാവോ നോക്കട്ടെ. നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, വണ്ടി അറേഞ്ച് ചെയ്യ്. ഞാനേ കാശൊക്കെ അറിഞ്ഞ് നിന്നെ വിളിക്കാം കേട്ടോ. ആയിക്കോട്ടെ. പോക്കോ. എന്താ ഇന്നും പപ്പായ തന്നെയാണോ? എടാ, ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വിഷമൊക്കെ തിന്നേലും ഭേദല്ലേ നമ്മളെ പറമ്പിലത്തെ പപ്പായ. അതെ, പക്ഷെ നമ്മുടെ പറമ്പിലത്തെ പപ്പായ എന്നും ആവുമ്പോഴേ ചിലപ്പോ അതും വിഷമാവാൻ സാധ്യത ഉണ്ട്. ചേച്ചി, ഇന്നലെ ചേച്ചി പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, കറക്റ്റാ. ഏത് കാര്യണ്ടാ? നമ്മുടെ രമണേട്ടന്റെ മോളുടെ കാര്യം. അത് അല്ല, അത് ബന്ധങ്ങളൊക്കെ ഒന്നും കൂടി കൂട്ടിയുറപ്പിക്കണം എന്നാണല്ലോ പുള്ളിക്കാരൻ പറഞ്ഞിട്ട് പോയത്. അതെ അതെ അതെ. അപ്പൊ ആ നിലയ്ക്ക് നമുക്കതൊന്ന് ആലോചിച്ചാലോ എന്നൊരു തോന്നല്. പറയാ അങ്ങനെ. ഞാനതല്ലേ ഈ പറയണത്. അപ്പൊ ആർക്കും ഒരു വിലയില്ല, ഒരു സപ്പോർട്ടും ഇല്ല. അല്ല, ഇന്നലെ കേട്ടപ്പോ അത് എനിക്കത് അത്ര അങ്ങോട്ട് തോന്നില്ല. പക്ഷെ ഇന്നലെ കേട്ടെന്ന് ആലോചിച്ചപ്പോഴും എനിക്ക് എന്റെ ഗുട്ടൻസ് മനസ്സിലായത്. മനസ്സിലായല്ലോ. കറക്റ്റാ. അതാണ്. അല്ല, ഞാൻ ആലോചിക്കണതേ, ഞാൻ തന്നെ ഒന്ന് നേരിട്ട് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചാലോ. ആണോ? വേണം ഭംഗിയെ. നീ ഇരുന്നേ നന്നായുള്ളൂ. അല്ലെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ, സന്തോഷായി. അപ്പൊ എപ്പ പോകാന പരിപാടി? അല്ല, അങ്ങനെ വെച്ച് നിട്ടണ്ട, തന്നെ പോവാം. അങ്ങനെ അങ്ങോട്ട് ഓടിപ്പോയാല് നമ്മുടെ വിലയെന്നല്ലേ അവരെ അളക്കുന്നു നീ പറഞ്ഞില്ലേ? അതൊക്കെ പറഞ്ഞു. അതിപ്പോ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ അതിപ്പോ ഇന്ന് പോയാലും അളക്കും, നാളെ പോയാലും അളക്കും, ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാലും അവര് കാര്യങ്ങളൊക്കെ അളക്കും. അപ്പൊ അതിന് നേരത്തെ അങ്ങോട്ട് അളന്നോട്ടെ അവര്. അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ നീ എത്രയും പെട്ടെന്ന് പൊക്കോ. നല്ല കാര്യം എന്തായാലും. നീ പൊക്കോ, നീ പൊക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഏതെങ്കിലും ബസ്സിലും കയറിയിട്ട് അവിടെ ഓട്ടോറിക്ഷയിൽ ചെന്ന് ഇറങ്ങാൻ പറ്റില്ല. അത് പറ്റില്ല. കൊട്ടിലപ്പാട്ടെന്നാ പോണേ, ഒരു കാറൊക്കെ വിളിച്ച് പോണം. പിന്നെ വേണ്ടേ, കാറിൽ തന്നെ പോണം. കാറിൽ തന്നെ പോണെന്ന് വെച്ചാൽ അതിന് പൈസ ചെലവൊക്കെ ഉണ്ട്. 32,000 രൂപ ചെലവ് വരും. ചെലവാക്കണം. അതിനെന്താ? അതായോ?
ഞാനാ? പിന്നെ അല്ലാണ്ട് ഞാനോ? അതിപ്പോ ഞാൻ എവിടെ നിന്നാ പൈസ? ഒരു 1000 ഉറുപ്പിയിൽ നിൽക്കുവോ? അയ്യോ കൊട്ടലപ്പാട്ട ദാരിദ്ര്യം ഇപ്പൊ തന്നെ അവരെ അറിയിക്കുക. എന്തെങ്കിലും ഒരു മിഠായെങ്കിലും മേടിച്ചു കൊണ്ടുവരണ്ട ചെയ്യണത്. അത് വേണം, അന്തസ്സായിട്ട് തന്നെ പോണം. എന്നാ അന്തസ്സായിട്ട് ആ കാശും കൂടെ എടുക്ക്. പൈസ ഞാൻ തരാം. ഒരു കാര്യണ്ട്, നമ്മൾ രണ്ടും അല്ലാണ്ട് ഒരൊറ്റ മനുഷ്യ കുട്ടി ഇവിടെ അറിയരുത്. വേണ്ടല്ലോ. ബലരാമേട്ടനെങ്ങാനും അറിഞ്ഞ എന്നെ കൊന്നുകളയോടാ. അതറിയില്ല, ഇനി ഞാൻ വേറെ കഥ ഉണ്ടാക്കിയോളാം. അഥവാട്ട് അങ്ങനെ ചോദിച്ചാൽ വിളിക്കാൻ പോണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി സുഖമില്ലാണ്ട് കിടക്കുക, അപ്പൊ ആളെ ഒന്ന് കാണാനായിട്ട് പോവാ. കാര്യം കഴിഞ്ഞില്ലേ? മതി, അത് മതി. ഇതിപ്പോ ഞാൻ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറച്ചിട്ടാലും കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ് ചെയ്യണത്, അതുകൊണ്ട് ഒരു തെറ്റില്ലതേ. ആ കാര്യത്തിലൊക്കെ നീ തന്നെ. അതാണ് പൈസ എടുത്തോ.